Hello, dear students. This is Rahul R, Assistant Professor, Department of Commerce. First of all, a warm welcome to Semester 5. In this semester, I will be teaching you the subject Human Resource Management, and that is your open course. This is the hand guide you can use for this subject. Before we start, take your notebook and note down the doubts you may have during this session. First module in this subject is Nature and Scope of Human Resource Management. Manpower is the physical capital employed in an organization to achieve its objectives. During earlier stages, they were treated as laborers. Today, manpower is treated as resources, that is, human resources. In order to direct and guide these resources, an organization should use techniques of human resource management. In short, we can call it as HRM. HRM is a strategic approach to effective management of people in an organization. ഒരു ഓർഗനൈസേഷനകത്തുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ വർക്കേഴ്സ് അവരെ എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ അവരെ ഏറ്റവും നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രാറ്റജിക് അപ്രോച്ചിനെയാണ് HRM എന്ന് പറയുന്നത്. The Society for Human Resource Management USA defined HRM as the formal structure within an organization responsible for all the decisions, strategies, factors, principles, operations, practices, functions, activities and methods related to the management of peoples. ഈ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഓർഗനൈസേഷനകത്തുള്ള ഒരു ഫോമൽ സ്ട്രക്ചറാണ് HRM. ഒരു ഓർഗനൈസേഷനകത്തെ വർക്ക് ഫോഴ്സ് അഥവാ അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ തരം ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതുമൊക്കെ ഈ HRM അഥവാ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ആയിരിക്കും. ഇൻ ഷോർട്ട്, ഒരു ഓർഗനൈസേഷനകത്തെ എംപ്ലോയീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്ന ഒരു ഫങ്ഷനെയോ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെയോ ഒക്കെയാണ് HRM എന്ന് പറയുന്നത്. The next topic is differences between personal management and human resource management. Personal management and human resource management are somehow related because these two activities deal with the management of employees in an organization. But still, these two are different terms in many aspects. Personal management is a more traditional way of managing people in an organization. On the other hand, human resource management is a modern way of handling people in an organization. In personal management, short-term plans are created for employees. On the other hand, in HRM, long-term plans were created for the employees. Personal management is a rigid system which considers manpower as variable cost that can be minimized at maximum possible level. While considering HRM, it is a flexible system which consider people as human resources. Personal management and HRM ഈ രണ്ട് ആക്ടിവിറ്റീസും ഒരു ഓർഗനൈസേഷനകത്തെ എംപ്ലോയീസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ്. പക്ഷേ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ അതൊരു ട്രഡീഷണൽ വേ ഓഫ് മാനേജിങ് പീപ്പിൾസാണ് അല്ലെങ്കിൽ മാനേജിങ് എംപ്ലോയീസാണ്. ഒരു ഓർഗനൈസേഷനകത്തെ എംപ്ലോയീസിനെ കുറച്ച് പരമ്പരാഗതമായ രീതിയിൽ, അതായത് മുൻകാലങ്ങളിൽ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ എംപ്ലോയീസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻസ് ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു സിസ്റ്റമാണ് പേഴ്സണൽ മാനേജ്മെൻറ്റ്. ഈ പേഴ്സണൽ മാനേജ്മെൻറ്റിൻ്റെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സിസ്റ്റത്തിൽ എംപ്ലോയീസിനെ ജസ്റ്റ് മാൻ പവറായിട്ട് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ആ ഓർഗനൈസേഷനിലെ ഒബ്ജക്റ്റീവ്സ് ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് മെറ്റീരിയൽസ് എന്നുള്ള രീതിയിലാണ് എംപ്ലോയീസിനെ പേഴ്സണൽ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ HRMൻ്റെ കേസിലാണ് എന്നുണ്ടെങ്കിൽ
എംപ്ലോയീസിനെ അവിടെ റിസോഴ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഹ്യൂമൻ റിസോഴ്സ് ആയിട്ടാണ് എംപ്ലോയീസിനെ കണക്കാക്കുന്നത്. പേഴ്സണൽ മാനേജ്മെൻറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എംപ്ലോയീസിന് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് അഥവാ പീപ്പിൾസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പരിഗണന കൊടുത്തുകൊണ്ട് അവരെ മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് HRM. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. Objectives of HRM are classified into 4. They are social objectives, organizational objectives, functional objectives, and personal objectives. First point, social objectives. HRM should make an organization socially responsible, and HRM should honor the social norms and employer-employee relations, etc. അതായത് ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് അവരുടെ സോഷ്യൽ വാല്യൂസ് അല്ലെങ്കിൽ സോഷ്യൽ നോംസ് അല്ലെങ്കിൽ എംപ്ലോയർ-എംപ്ലോയി റിലേഷൻഷിപ്സ് ഇതിനൊക്കെ വേണ്ട പരിഗണന കൊടുത്തുകൊണ്ടായിരിക്കണം HRM എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഒരു ഓർഗനൈസേഷനിൽ കണ്ടക്ട് ചെയ്യാൻ. അതുതന്നെയാണ് അതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്, അതായത് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. സെക്കൻഡ് പോയിന്റ്, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. HRM should help or assist the organization to achieve its various objectives. Third point is functional objectives. HRM is concerned with recruitment, selection, training and development of peoples. ഒരു ഓർഗനൈസേഷന് വേണ്ട എംപ്ലോയീസ് അല്ലെങ്കിൽ അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തുക, ഓരോ ജോബിലോട്ടും അല്ലെങ്കിൽ ഓരോ പൊസിഷനിലോട്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ള എംപ്ലോയീസിനെ അലോക്കേറ്റ് ചെയ്യുക തുടങ്ങിയ എംപ്ലോയി റിലേറ്റഡ് ആക്ടിവിറ്റീസാണ്. അതിനെല്ലാത്തിനും റെസ്പോൺസിബിൾ HRM ആയിരിക്കും. ഫൈനൽ പോയിന്റ്, പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. HRM ഷുഡ് അസിസ്റ്റ് എംപ്ലോയീസ് ഇൻ അച്ചീവിങ് ദെയർ പേഴ്സണൽ ഗോൾസ്. ഓർഗനൈസേഷനകത്ത് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ പേഴ്സണലായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഫുൾഫില്ല് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ HRM അവരെ അസിസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അവരെ സഹായിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് സ്കോപ്പ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് കവേഴ്സ് ഏരിയാസ് ലൈക്ക് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ, ഇൻഡക്ഷൻ, ട്രെയിനിങ്, മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ്, കോമ്പൻസേഷൻ, പെർഫോമൻസ് മാനേജ്മെൻറ്റ്, പെർഫോമൻസ് അപ്രൈസൽ, കരിയർ പ്ലാനിംഗ്, സേഫ്റ്റി ആൻഡ് ഹെൽത്ത്, കമ്മ്യൂണിക്കേഷൻ എക്സെട്ര. ഓരോ ഓർഗനൈസേഷനകത്തെ എംപ്ലോയീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ പറയുന്ന ഒരുപാട് തരത്തിലുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് മേഖലകൾ കവർ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനിലെ പ്രോസസ്സാണ് ഈ HRM എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് ഈസ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. Recruitment is the process of seeking suitable employees for an organization, while selection is the process of choosing the suitable candidate from a pool of candidates. റിക്രൂട്ട്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഓർഗനൈസേഷനിൽ വേക്കൻ്റായി കിടക്കുന്ന ഒരു ജോബ്, ആ ജോലിയിലേക്ക് സ്യൂട്ടബിളായിട്ടുള്ള എംപ്ലോയീസിനെ തിരയുന്ന അല്ലെങ്കിൽ അവരെ സെർച്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. സെലക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ തിരഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാൻഡിഡേറ്റ്സ് ഉണ്ടായിരിക്കും. റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലൂടെ നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ തിരഞ്ഞ് കണ്ടുപിടിച്ച ഒരു ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ഉണ്ടായിരിക്കും. ഈ കാൻഡിഡേറ്റ്സിൽ നിന്നും ഒരു ജോബ് പൊസിഷനിൽ ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇൻഡക്ഷൻ. Induction is the process of inducting or appointing the right person to the job position. റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ പ്രോസസ്സിലൂടെ നമ്മൾ തിരഞ്ഞെടുത്ത ഒരു കാൻഡിഡേറ്റ്, ആ കാൻഡിഡേറ്റിനെ ഒരു ഫോമൽ രീതിയിൽ, അതായത് ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്ററോ കാര്യങ്ങളോ നൽകിക്കൊണ്ട് ആ ഒരു ജോബ് പൊസിഷനിലോട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. തേർഡ് പോയിന്റ്, ട്രെയിനിങ്. It is the act of increasing knowledge and skill of a particular employee for doing a particular job. ഒരു ഓർഗനൈസേഷനകത്ത് വർക്ക് ചെയ്യുന്ന എംപ്ലോയി, ആ എംപ്ലോയി ആ ഓർഗനൈസേഷനിൽ ഏത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിയിലുള്ള അയാളുടെ നോളജ്, സ്കിൽ,
പ്രാക്ടിക്കൽ നോളജ് തുടങ്ങിയ കാര്യങ്ങൾ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ കണ്ടക്ട് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ്. These are the activities conducted for developing management skills of employees. ഒരു ഓർഗനൈസേഷനിലകത്തുള്ള മാനേജേഴ്സ്, ആ മാനേജേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് സ്കിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ട്രെയിനിങ്ങുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ്. പക്ഷേ ഉള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇത് മാനേജേഴ്സിന് കൊടുക്കുന്ന ട്രെയിനിങ് ആയിരിക്കും. ഒരു ഓർഗനൈസേഷൻ അവിടുത്തെ മാനേജേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാംസിനെയാണ് മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, കോമ്പൻസേഷൻ. ദീസ് ആർ ദ ഫിനാൻഷ്യൽ റിവാർഡ്സ് ലൈക്ക് സാലറീസ്, വേജസ്, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്, ഇൻസെൻറ്റീവ്സ് എക്സെട്ര പ്രൊവൈഡഡ് ടു ദ എംപ്ലോയീസ് ഫോർ ദെയർ വർക്ക്. ഒരു ഓർഗനൈസേഷനകത്ത് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അവർ ചെയ്യുന്ന ജോലിക്ക് അല്ലെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻസിനനുസരിച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിവാർഡ്സ് അഥവാ സാലറീസ്, വേജസ് തുടങ്ങിയ കാര്യങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, പെർഫോമൻസ് മാനേജ്മെൻറ്റ്. ഇറ്റ് ഈസ് ദ ആക്ടിവിറ്റി കണ്ടക്റ്റഡ് ടു ഫോക്കസ് ദ പെർഫോമൻസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്, എംപ്ലോയീസ് എക്സെട്ര ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനകത്തുള്ള വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് അവർക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള വർക്ക് അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ്സിന് ഒപ്പം അവർ പെർഫോം ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ കണ്ടക്ട് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, പെർഫോമൻസ് അപ്രൈസൽ. It is the formal management procedure used to evaluate performance of workforce. ഒരു ഓർഗനൈസേഷനകത്തുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇവരൊക്കെ ആൾറെഡി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഒരു വർക്ക് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വർക്ക്, ഈ വർക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഈ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഫോമൽ മാനേജ്മെൻറ്റ് പ്രൊസീജിയറിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഓർഗനൈസേഷനകത്തെ വർക്ക് ഫോഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് കംപ്ലീറ്റ് ചെയ്ത ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു ജോബ് അത് എത്രത്തോളം എഫിഷ്യൻ്റായിട്ട് അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഫോമലായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, കരിയർ പ്ലാനിംഗ്. It is the process by which an individual sets career goals and identify the means to achieve them. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ഫ്യൂച്ചറിൽ അയാളുടെ കരിയറിൽ എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഗോൾസ് അയാൾ അച്ചീവ് ചെയ്യണം, ഈ ഗോൾസ് ഏതൊക്കെ തരത്തിൽ അല്ലെങ്കിൽ ഏതൊക്കെ മാർഗങ്ങളിലൂടെ അയാൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് കരിയർ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷനിലെ HRM പ്രോസസ്സ് ഒരു പേഴ്സൺ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക് ഈ കരിയർ ഗൈഡൻസ് അല്ലെങ്കിൽ ഈ കരിയറിൽ ഇംപ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവാനുള്ള അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യണം. സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ്, സേഫ്റ്റി ആൻഡ് ഹെൽത്ത്. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് HRM ടു പ്രൊവൈഡ് ഒക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ആൻ ഹെൽത്തി വർക്ക് എൻവയോൺമെൻറ്റ് ടു ഇറ്റ്സ് എംപ്ലോയീസ് ആൻഡ് ദോസ് ഹു ആർ അഫക്റ്റഡ് ബൈ വർക്ക് പ്ലേസ് എൻവയോൺമെൻറ്റ്. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സേഫായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വർക്ക് എൻവയോൺമെൻറ്റ്, അതായത് ജോലി ചെയ്യാനുള്ള ഒരിടം പ്രൊവൈഡ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി HRM എന്ന് പറയുന്ന പ്രോസസ്സിനുള്ളതാണ്. ഫൈനൽ പോയിന്റ്, കമ്മ്യൂണിക്കേഷൻ. HRM should ensure proper communication in the organization from the directors to the employees. ഒരു ഓർഗനൈസേഷനിൽ ഡയറക്ടർ, ടോപ്പ് ലെവലിലുള്ള ഡയറക്ടർ മുതൽ, അതായത് മാനേജിംഗ് ഡയറക്ടർ മുതൽ ഏറ്റവും ലോവർ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിയുമായിട്ട് വരെ പ്രോപ്പറായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലുണ്ട് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി HRMന് ഉള്ളതാണ്.